ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിഫോ മെത്തേഡിലത്തെ ഒരു പ്രോബ്ലം കൂടിയാണ്. അതായത് നമുക്ക് റിട്ടേൺസ് വെൻഡർക്ക് റിട്ടേൺ ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ സ്റ്റോറിലേക്ക് റിട്ടേൺ ചെയ്യുകയാണെങ്കിലോ അതേപോലെ തന്നെ സർപ്ലസോ അല്ലെങ്കിൽ ഷോർട്ടേജോ ഒക്കെ വരുമ്പോൾ എങ്ങനെ കൂടിയാണ് മാർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതും കൂടി ഒന്ന് നോക്കാനുള്ള ഒരു പ്രോബ്ലമാണ്. ലിഫോ മെത്തേഡ് നല്ല തറവായിട്ട് പഠിച്ച ഒരാൾക്കാർക്ക് ലിഫോയും എളുപ്പം തന്നെയായിരിക്കും. അപ്പോൾ അതിൽ ഒരു പ്രോബ്ലം കൂടി നോക്കാം. എക്സാമ്പിൾ 7ൽ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ജൂൺ 1 ഓപ്പണിംഗ് ബാലൻസ്, പിന്നെ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് 3-ാം തീയതി 4-ാം തീയതിയോ 8-ാം തീയതിയോ ഒക്കെ ഇഷ്യൂ ആണ് വന്നിരിക്കുന്നത്. അതിനുശേഷം പിന്നെയുള്ള ഡേറ്റുകളിൽ നമുക്ക് റിസീവ് ചെയ്തിട്ടുണ്ട് വെൻഡറുടെ കയ്യിൽ നിന്ന് 200 kg ഒക്കെ. അതേപോലെ തന്നെ റീഫണ്ട്, സർപ്ലസ് റീഫണ്ട് ഉണ്ട്, ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, റിസീവ് ചെയ്തിട്ടുണ്ട്, വീണ്ടും ഇഷ്യൂ ചെയ്തിരിക്കുന്നു. അങ്ങനെ ഇഷ്യൂ റിസീവ്ഡ്, റീഫണ്ട് ഓഫ് സർപ്ലസ് ആൻഡ് റിസീവ്ഡ് ഫ്രം വെൻഡർ ഇത്രയാന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഇതിൽ ഇഷ്യൂ ആർ ടു ബി പ്രൈസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ലിഫോ മെത്തേഡ് ചെയ്യുന്നത് ലാസ്റ്റ് സ്റ്റോക്ക് വെരിഫിക്കേഷൻ ചെയ്യുന്നത് 15th ഫൗണ്ട് ഷോർട്ടേജ് ഒരു 10 kg, 15th ഷോർട്ടേജ് കാണുന്നുണ്ട്, 27th അനദർ ഷോർട്ടേജ് ഒരു 8 kg കാണുന്നുണ്ട്. റൈറ്റ് ഔട്ട് ദ കംപ്ലീറ്റ് സ്റ്റോഴ്സ് ലെഡ്ജർ അക്കൗണ്ട് ഇൻ റെസ്പെക്ട് ഓഫ് ദ മെറ്റീരിയൽസ് ഫോർ ജൂൺ 2026. അതാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. 28ാം തീയതി വരെ കുറച്ച് ഇഷ്യൂവും റിസീപ്റ്റും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മളിപ്പോൾ അത് കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ ഒരു മെത്തേഡിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. കാരണം നമ്മൾ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിൽ ഫസ്റ്റ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, റെസീറ്റും ഇഷ്യൂവും ബാലൻസും 3 കോളം, അതിൽ തന്നെ ഓരോന്നും 3 കോളം വീതം വരുന്നുണ്ട്. ജൂൺ 1 നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് എന്ന് പറയുന്നത് 500 യൂണിറ്റ് ആണ്. അതിന് ഒരു യൂണിറ്റിന് 30 രൂപയാണ്. അപ്പോൾ 15,000 രൂപയുടെ ഐറ്റംസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. 3-ാം തീയതി അതിൽ നിന്ന് 70 യൂണിറ്റ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ 500-ൽ നിന്ന് 70 പോയി കഴിഞ്ഞാൽ ബാലൻസ് 430 ഉള്ളത്. അപ്പോൾ അത് അതേപോലെ തന്നെ 430, അതായത് 500-ൽ നിന്ന് 70 ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് 430. അതിൻ്റെ റേറ്റും അതേപോലെ ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യണ എമൗണ്ട് ഇവിടെ എഴുതാം. വീണ്ടും നമുക്ക് 4-ാം തീയതി ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി 430 ബാലൻസ് ഉള്ളത്. അതിൽ നിന്ന് 100 കൂടി എടുത്തു, അപ്പം 330 അപ്പോൾ അതിൻ്റെ റേറ്റും എമൗണ്ട് എഴുതി. അതിനുശേഷം വീണ്ടും ഒരു 80 കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 330-ൽ നിന്ന് നമ്മളൊരു 80 കൂടി ഇഷ്യൂ ചെയ്തപ്പോൾ ബാലൻസ് 250 കുറഞ്ഞു. 250-ന് 30 രൂപ പ്രകാരം 7,500 വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള 13-ാം തീയതി വീണ്ടും 200 പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എമൗണ്ടും യൂണിറ്റ് പ്രൈസൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പഴയ സ്റ്റോക്ക് ഇനി ബാലൻസ് ഇത്രയുണ്ട്. അപ്പോൾ അത് അതേപോലെ തന്നെ വീണ്ടും എടുത്തെഴുതി. അതിനുശേഷം നമുക്ക് പുതിയ സ്റ്റോക്ക് 200 യൂണിറ്റാണ് വന്നത്. അതും കഴിഞ്ഞപ്പോൾ 14-ാം തീയതി പറഞ്ഞിരിക്കുന്നത് റീഫണ്ട് ഓഫ് സർപ്ലസ് ഫ്രം എ വർക്ക് ഓർഡർ 15 kg അറ്റ് ₹25. അതായത് റീഫണ്ട് ചെയ്തിട്ടുണ്ട്, കുറച്ച് അധികമായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അത് റിസീവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളത് റെസിപ്റ്റിലാണ്. റീഫണ്ട് ഓഫ് സർപ്ലസ് ആണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, സർപ്ലസ് ആണെങ്കിൽ റെസീറ്റിലാണ്, ഷോർട്ടേജ് ആണെങ്കിൽ ഇഷ്യൂവിലാണ് കാണിക്കുക എന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ സർപ്ലസ് ആണ് അല്ലെങ്കിൽ റീഫണ്ട് ആണ് കാണിക്കുന്നതെങ്കിൽ റെസീപ്റ്റിൽ കാണിച്ചു. അപ്പോൾ എന്തൊക്കെയുള്ളത്, 250 ഉണ്ട്, അതേപോലെ 200 ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന ആ 15 കൂടിയാണ് നമ്മൾ കാണിക്കേണ്ടത്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് 15-ാം തീയതി 10 യൂണിറ്റാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. 10 യൂണിറ്റ് ഇഷ്യൂ ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മളോട് ക്വസ്റ്റ്യനിൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത് നമുക്കൊരു 10 കിലോൻ്റെ ഷോർട്ടേജ് വന്നിട്ടുണ്ട് എന്നുള്ളത്. ആക്ച്വലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്വസ്റ്റ്യനിൽ ആ ഡേറ്റ് ഓർഡറിൽ തന്നതല്ല, ഏറ്റവും താഴെ ആയിട്ടാണ് ആ ഒരു ഡീറ്റെയിൽസ് തന്നിരിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഡേറ്റുകൾ ഒന്നുകൂടി കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ഇതേപോലെ നോക്കിയിട്ടാണ് ഡേറ്റുകളൊക്കെ എൻട്രീസൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ കുറച്ച് കാര്യം കൂടി പറഞ്ഞു. സ്റ്റോക്ക് വെരിഫൈഡ് ഫാക്ട് ഓൺ 15th കണ്ടോ, ഒരു ഷോർട്ടേജ് 10 കിലോ ഉണ്ട്, 27th അനദർ ഷോർട്ടേജ് 8 കിലോ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 ഡേറ്റുകൾ ഇവിടെ വരുന്ന ഡേറ്റിൽ ഇല്ല. അപ്പം നമ്മൾ ഇത് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയാൽ 14-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ 15-ന് പറഞ്ഞതുകൊണ്ട് അതാണ് കാണിക്കേണ്ടത്. നെക്സ്റ്റ് നമുക്ക് 16-നാണ് ഇഷ്യൂ വരുന്നുള്ളൂ, പക്ഷേ 15-ന് ഈ ഒരു കാര്യം കൂടി അവിടെ കാണിക്കണം. അതേപോലെ 27th
അതിവിടെ റീഫണ്ട് വന്നിട്ടുണ്ട്, ഷോർട്ടേജും വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടും 27ന് കാണിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ അത് പ്രകാരമാണ് നമ്മളിവിടെ എന്ത് കാണിച്ചിരിക്കുന്നത്, 15-ാം തീയതി ഒരു ഷോർട്ടേജ് പറയുമ്പോൾ ഇഷ്യൂ ആയിട്ട് കാണിക്കുക. സർപ്ലസ് ആകുമ്പോൾ റെസീറ്റിൽ കാണിക്കുക, ഷോർട്ടേജ് ആണെന്നും കൂടി അവിടെ എഴുതുക. ഇവിടെ റീഫണ്ട് നമ്മൾ എഴുതിയ പോലെ ഇവിടെ ഷോർട്ടേജ് ആണെന്ന് എഴുതുക. അപ്പോൾ 250, അതേപോലെ 200, ഇവിടെ 15 അല്ലേ ഉണ്ടായിരുന്ന, ആ 15-ൽ നിന്ന് 10 ഇഷ്യൂ ചെയ്തായിട്ട് കണക്കാക്കിയ ബാലൻസ് 5 ആണ് ഉള്ളത്. ഇനി 16-ാം തീയതി നമ്മൾ എന്ത് ചെയ്യും, 16-ാം തീയതി ഇഷ്യൂ 180 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 180 യൂണിറ്റ് ഇഷ്യൂ ചെയ്യണമെന്ന് പറയുമ്പോൾ ലാസ്റ്റിൽ നമ്മുടെ കയ്യിൽ എത്രയുള്ളത്, 5ഉം, അപ്പോൾ ബാക്കി 175. അപ്പോൾ 180 യൂണിറ്റ് ആണ് വേണ്ടത്. ഏറ്റവും അവസാനമുള്ള എന്നാണല്ലോ എടുത്തു പോവുക. അപ്പോൾ 5ഉം എടുത്തു, ബാക്കി 175 തന്നു. അപ്പോൾ 175ഉം 5ഉം 180 ആയിട്ട് ഇവിടെ കിട്ടി. 2 റേറ്റുകളായിരിക്കും അവ തമ്മിൽ ഇൻറ്റു ചെയ്യുക. ഇനി ബാലൻസ് എന്ന് പറയുമ്പം ആ 250 അങ്ങനെ തന്നെ എടുത്ത് എഴുതുക. ഈ 200-ൽ ഇനി എത്രയും ബാലൻസ് ഉള്ളൂ, 175 പോയി കഴിഞ്ഞാൽ ബാക്കി 25 ഇനി ബാലൻസ് വരുന്നുള്ളൂ. അത് അതേപോലെ തന്നെ എഴുതുക. ഇനി നെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20-ാം തീയതി 240 യൂണിറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. 26 രൂപ പ്രകാരം ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 250 മുകളിൽ നിന്ന് അതേപോലെ എടുത്തെഴുതി, ബാലൻസിൽ 25 എഴുതി, പിന്നെ 240 കൂടി അവിടെ കാണിച്ചു. അതിനുശേഷം 24-ാം തീയതി നമുക്ക് ഇഷ്യൂ വന്നിരിക്കുന്നത് 304 കിലോഗ്രാമാണ്. 304 കിലോഗ്രാം പറഞ്ഞാൽ ബാക്കിൽ നിന്ന് നമ്മൾ എടുത്തു പോകണം. അപ്പോൾ ബാക്കിൽ എന്ന് പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, 240 യൂണിറ്റ് ആണ് കണ്ടോ ഏറ്റവും അവസാനം. അപ്പോൾ 240 എടുക്കുക, പിന്നെ 25 എടുക്കുക, പിന്നെ 250 നിന്ന് തികയാത്തതും കൂടി എടുക്കുക. അപ്പോൾ 240, 25 ബാലൻസ് എത്രയാണെന്ന് വെച്ചാൽ അത് ഇങ്ങനെയാണ് എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ എടുക്കുകയാണെന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കും എൻ്റെ എൻട്രി വരിക എന്ന് പറയുന്നുണ്ട്. കണ്ടോ, 240 നിന്ന് 25, 39, ബാലൻസ് 39 കൂടിയാണ് ഏറ്റവും മുകളിൽ നമ്മൾ എടുത്തത്. അപ്പോൾ ഇത്രയും കഴിഞ്ഞപ്പോൾ ബാലൻസ് എത്ര വന്നു, 211 ഈ രൂപ പ്രകാരമുള്ളതാണ് അവിടെ ഉള്ളത്, ആകെയുള്ള എമൗണ്ട് എന്ന് പറയുന്നത്. കാരണം ഈ ബാലൻസ് വന്നിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്ന ഏറ്റവും ലാസ്റ്റ്, എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണമല്ലോ, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആകുമ്പോൾ ഏറ്റവും അവസാനത്തു നിന്ന് എടുത്ത് തുടങ്ങുകയാണ് ചെയ്യുക. അപ്പോൾ മുകളിലുണ്ടായിരുന്ന 250-ൻ്റെ ബാലൻസ് ആണ് ഇപ്പോൾ ഇതുള്ളത്. അപ്പോൾ ഇത്രയാണ് എമൗണ്ട് വരുന്നത്. 25-ാം തീയതി വീണ്ടും 320 റിസീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 320 റിസീവ് ചെയ്ത സ്ഥിതിക്ക് 25 രൂപ പ്രകാരം പിന്നെ വരുന്നത് 80,000 ആണ് വന്നിരിക്കുന്നത്. അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 80,000 ആണ്. പിന്നെ നമുക്ക് 211 എന്ന് പറയുന്ന ഈ ഇതിലത്തെ ബാലൻസും 211 പുതുതായി വാങ്ങിയ 320 അതിൻ്റെ റേറ്റുമാണ്. അതിൽ 112 ഇഷ്യൂ ചെയ്തിട്ടുണ്ട് 26-ാം തീയതി. അപ്പോൾ ഇഷ്യൂ ചെയ്യുന്ന 112 എവിടെ നിന്നായിരിക്കും, ഈ 320 നിന്നാണ് ആദ്യം ഇഷ്യൂ ചെയ്യുക. അപ്പോൾ ആ മുകളിലത്തെ 211 അതേപോലെ എഴുതി, രണ്ടാമത് 320-ൽ നിന്നാണ് 112 എടുത്തത്. അതിൻ്റെ ബാലൻസ് 208, അതിൻ്റെ തന്നെ സെയിം റേറ്റും എമൗണ്ട് ഇൻറ്റു ചെയ്ത് കാണാം. പിന്നെ 27-ാം തീയതി ഞാൻ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു റീഫണ്ട് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് 28-ന് കാണിക്കുക. 12 യൂണിറ്റ് ആണ് നമുക്ക് അധികമായിട്ട് വന്നിരിക്കുന്നത്. അതിന് 28 രൂപ പ്രകാരമാണ് വന്നിരിക്കുന്നത്. അത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 12 കിലോ ആണ് വന്നിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് വന്നിരിക്കുന്നത് 12 റിസീപ്റ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അതുപോലെ 8 ഷോർട്ടേജ് ആയിട്ട് കാണിക്കുമ്പോൾ നമ്മൾ ഇഷ്യൂവിലാണ് കാണിക്കുക. അപ്പോൾ 8 ഇൻറ്റു 28 രൂപ പ്രകാരം 224 വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ 12-ൽ 8 പോയി കഴിഞ്ഞാൽ ബാലൻസിന് 4 ഉള്ളൂ. ബാക്കി മുകളിലത്തെയൊക്കെ നമ്മൾ സെയിം ആയിട്ട് തന്നെ അതേപോലെ എടുത്തെഴുതി. ഇനി അതിന് ശേഷം 28-ാം തീയതി 100 യൂണിറ്റ് റിസീവ് ചെയ്തിട്ടുണ്ട് വെൻഡറുടെ കയ്യിൽ നിന്ന്. അപ്പോൾ നമ്മളത് റിസീപ്റ്റിൽ കാണിച്ചു. 24 രൂപയാണ്, 2400 രൂപ. അപ്പോൾ മുകളിലുള്ള ഐറ്റംസ് എല്ലാം അതേപോലെ എഴുതിയതിന് ശേഷം ഈ 100 കൂടിയാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് വാങ്ങിയത്. അപ്പോൾ എടുത്തെഴുതുമ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ ഓരോന്ന് എടുത്തെഴുതുക. കാരണം ഇങ്ങനെയാണ് അതിൻ്റെ കാൽക്കുലേഷൻ. അപ്പോൾ എത്ര ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട് എന്ന് അറിയണമെങ്കിൽ ഓരോ യൂണിറ്റും അതിൻ്റെ യൂണിറ്റ് പ്രൈസും അതിൻ്റെ എമൗണ്ടുമാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാൻ പറ്റും 523 കിലോഗ്രാം നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അതിന് എത്ര രൂപയാണെന്ന് ചോദിച്ചാൽ 14,042 രൂപയുടെ
അസറ്റാണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്കായിട്ട് ഇപ്പം ക്ലോസ് ചെയ്തപ്പോൾ ഉള്ളത് എന്നുള്ളത് എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ലിഫോ മെത്തേഡ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് എളുപ്പത്തിൽ മനസ്സിലാക്കാം. ലാസ്റ്റ് വരുന്നതിന് മാത്രം ഇഷ്യൂ ചെയ്തു പോകുന്നു എന്നുള്ളത് മാത്രം ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മളൊരു പ്രോബ്ലം മാത്രമാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് തന്നെ നമ്മൾ ചെയ്യുക കേട്ടോ. കറക്റ്റായിട്ട് ഫിഫോ മെത്തേഡ് മനസ്സിലായ ഒരാൾക്ക് ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുന്നത്. റിസീവ് ചെയ്യുമ്പോഴൊക്കെ ആഡ് ചെയ്യുക. അതേപോലെ കുറയ്ക്കേണ്ട സമയങ്ങളിൽ ഷോർട്ടേജൊക്കെ വരുമ്പോൾ ലെസ് ചെയ്ത് കാണിക്കുക. അത്ര മാത്രമേ ഇവിടെ നോക്കാനുള്ളൂ. റേറ്റുകളൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. പിന്നെ ആ റേറ്റ് കൊണ്ടാണ് ഓരോന്ന് ഇൻറ്റു ചെയ്യുമ്പോൾ എൻ്റെ എമൗണ്ട് കിട്ടുന്നത്. ഓക്കെ. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇപ്പോഴും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.